ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുമ്പോൾ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കത്തുകയാണ്. എണ്ണവിലയിൽ ഒറ്റയടിക്ക് 13% വർധനയാണ് രേഖപ്പെടുത്തിയത്. സംഘർഷം തുടരുന്നത് ആഗോള എണ്ണ വിതരണത്തിൽ കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്കയാണ് എണ്ണവില ഉയരാനുള്ള പ്രധാന കാരണം. ഇറാനിലെ ആണവ നീക്കങ്ങൾ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തിയ ആക്രമണം ദിവസങ്ങളോളം തുടർന്നേക്കുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ വിലവർധന തുടരാനുള്ള സാധ്യതയേറി. ആഗോളതലത്തിൽ എണ്ണവില ഉയർന്നത് ഇന്ത്യയിൽ ഇന്ധനവില വർധനയ്ക്ക് കാരണമാകുമോ എന്ന ആശങ്കയും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. വ്യാപാരത്തിനിടെ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെന്റ് ക്രൂഡ് വില ഏകദേശം 13% ഉയർന്നത്. ഒരു ഘട്ടത്തിൽ ബാരലിന് $77.77 എണ്ണവില ഉയർന്നത്. മാത്രമല്ല, വില ഒറ്റയടിക്ക് ഇത്രയധികം കുതിക്കുന്നത് 5 വർഷത്തിന് ശേഷം ആദ്യവും. അമേരിക്കയിലെ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വില 12.6% ഉയർന്നത്. എന്നാൽ ഇന്ത്യൻ സമയം രാവിലെ 11:10 ആയപ്പോഴേക്കും വില അല്പം കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $74.76 താഴ്ന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഊർജ്ജസമ്പന്നമായ മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തുമെന്ന ആശങ്കകളാണ് ക്രൂഡ് ഓയിൽ വിലയിലെ വർധനയ്ക്ക് കാരണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഈ മേഖലയിൽ നിന്നുള്ള എണ്ണ ഉൽപാദനം ലോകത്തിലെ മൊത്തം എണ്ണ ഉൽപാദനത്തിന്റെ ഏകദേശം 1/3 വരും. 2022 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിവാര നേട്ടത്തിലേക്കാണ് എണ്ണവില ഇപ്പോൾ നീങ്ങുന്നത്. സംഘർഷം തുടർന്നാൽ എണ്ണവില ബാരലിന് $120 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് JP മോർഗൻ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്കുനീക്കം ഇറാൻ തടഞ്ഞേക്കും. ഇത് വില കുതിച്ചു കയറാൻ ഇടയാക്കും. ഹോർമുസ് വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുന്നതിനോട് ചൈനയ്ക്കും അമേരിക്കയ്ക്കും യോജിപ്പില്ല. സൗദി ഉൾപ്പെടെ മറ്റ് പ്രധാന എണ്ണ കയറ്റുമതി രാഷ്ട്രങ്ങളും ഇറാനെതിരെ തിരിഞ്ഞേക്കും. ഇത് സംഘർഷം കൂടുതൽ കനക്കാൻ ഇടവെക്കും. ഉപഭോഗത്തിന്റെ 85 മുതൽ 90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. നിലവിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ കഴിഞ്ഞ മാസത്തെ കണക്കു പ്രകാരം 38% റഷ്യയിൽ നിന്നുള്ളത്. ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിങ്ങനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് തൊട്ട് പിന്നാലെ. എന്നാലും മധ്യേഷ്യയിലെ യുദ്ധ സ്വഭാവം ഇന്ത്യക്ക് കനത്ത ആഘാതമാകും സൃഷ്ടിക്കുക. ക്രൂഡ് വില ബാരലിന് ശരാശരി $60 താഴെ നിന്നാലേ ഇന്ത്യക്ക് സാമ്പത്തിക ഭദ്രത നിലനിർത്തി അത് വാങ്ങാനാകും. വില $70 മുകളിലേക്ക് ഉയരുന്നത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങൽ ചെലവിനും കറന്റ് അക്കൗണ്ട് കമ്മി, വ്യാപാര കമ്മി എന്നിവ കൂടാനും കളമൊരുങ്ങും. ഇത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കും. ക്രൂഡ് വില കൂടുന്നത് രൂപയ്ക്കും തിരിച്ചടിയാകും. ക്രൂഡ്, സ്വർണം വിലകളിൽ ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് സമീപ ആഴ്ചക്കിടയിൽ ഇതാദ്യമായാണ്. ക്രൂഡ് ഓയിൽ വില ഉയരുന്നതിന് ആനുപാതികമായി പെട്രോൾ, ഡീസൽ, LPG ഉൾപ്പെടെയുള്ള ഇന്ധനവില കൂട്ടാൻ എണ്ണ വിതരണ കമ്പനികൾ നിർബന്ധിതരാകും എന്ന പ്രശ്നവും ഇവിടെ ഉയരും. അതിന്റെ ഭാഗമായി എണ്ണ വിതരണ കമ്പനികളുടെ ചില ഓഹരി വില ഇന്ന് 6% വരെ ഇടിഞ്ഞു. എന്നാൽ അത് മാത്രമല്ല, അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനി ഓഹരികൾ ഇന്നും കനത്ത നഷ്ടത്തിലേക്ക് വീണിട്ടുണ്ട്. മാത്രമല്ല, ക്രൂഡ് വില വർദ്ധിക്കുന്നത് വിമാന ഇന്ധന വില കൂടാനും വഴിയൊരുക്കും. വിമാന കമ്പനികളുടെ വരുമാനത്തിന്റെ ഏതാണ്ട് പകുതിയോളം ഇന്ധനം വാങ്ങാനാണ് അവർ ചെലവാക്കുന്നത്. ക്രൂഡ് ഓയിൽ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന പെയിന്റ് നിർമ്മാതാക്കൾ ഉൾപ്പെടെ മറ്റു കമ്പനികളുടെ ഓഹരികളിലും വീഴ്ചയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.